സോഷ്യൽ മീഡിയയിൽ വീണ്ടും കൊല്ലം സുധിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പുകയുകയാണ്. അന്തരിച്ച കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധിയും സുധിയുടെ മൂത്ത മകൻ കിച്ചുവും തമ്മിലുള്ള തർക്കങ്ങൾ ഇപ്പോൾ ഒരു പുതിയ തലത്തിലേക്ക് എത്തിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം രേണു പങ്കുവച്ച ഒരു വീഡിയോ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. കൊല്ലം സുധിയിൽ തനിക്ക് പിറന്ന ഏക മകൻ ഋതുലിൻ തന്റെ മാതാപിതാക്കൾക്കും ചേച്ചിക്കും കുടുംബത്തിനും അല്ലാതെ മറ്റാർക്കും അവകാശമില്ല എന്നായിരുന്നു രേണുവിന്റെ പരസ്യ പ്രഖ്യാപനം. കിച്ചുവിനെ പൂർണ്ണമായും മാറ്റി നിർത്തിക്കൊണ്ടുള്ള രേണുവിന്റെ ഈ നിലപാടിനെതിരെ സോഷ്യൽ മീഡിയയിൽ കടുത്ത അമർഷമാണ് ഉയരുന്നത്. ഇപ്പോഴിതാ ഈ വിഷയത്തിൽ രൂക്ഷ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പ്രശസ്ത യൂട്യൂബർ ഷെഫീന ബീബി. രേണുവിനെയും കുടുംബത്തെയും ഒപ്പം ഈ വിഷയത്തിൽ ഇടപെടുന്ന ബിഷപ്പ് നോബൽ ഫിലിപ്പിനെയും കടുത്ത ഭാഷയിലാണ് ഷെഫീന വിമർശിക്കുന്നത്. കിച്ചുവിനോട് സംസാരിച്ച ശേഷമാണ് ഷെഫീന ബീബി ഈ പ്രതികരണവുമായി എത്തിയിരിക്കുന്നതെന്നത് ശ്രദ്ധേയമാണ്. ഈ വിവാദങ്ങളെയെല്ലാം വളരെ പക്വതയോടെയാണ് കിച്ചു നേരിടുന്നത്. ആരോ എന്തോ പറയട്ടെ, ഞാൻ എൻ്റെ അനിയൻ ഋതപ്പനെ കാണാൻ അവിടെ പോകും, അവനെ കാണും എന്നാണ് കിച്ചു ഷെഫീനയോട് പറഞ്ഞത്. സ്വന്തം അനിയനോടുള്ള കിച്ചുവിൻ്റെ ഈ സ്നേഹം കാണാതെ പോകരുതെന്ന് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നു. ഷെഫീന ബീവിയും മറ്റു സുഹൃത്തുക്കളും മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന നിർദ്ദേശം മറ്റൊന്നാണ്. നാളെ രേണുവിന് എന്തെങ്കിലും സംഭവിച്ചാൽ കുഞ്ഞ് ഋതുലിന്റെ സംരക്ഷണം കിച്ചു ഏറ്റെടുക്കണമെന്നാണ് അവരുടെ സജഷൻ. എന്നാൽ ഈ ഒരു നിർദ്ദേശം രേണുവിനും കുടുംബത്തിനും ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് സൂചന. രേണു ഇപ്പോൾ ക്യാൻസർ ബാധിതയായി ചികിത്സയിലാണ്. എന്നാൽ ഈ രോഗാവസ്ഥയെ മുൻനിർത്തി സഹതാപം പിടിച്ചുപറ്റാനാണ് രേണു ശ്രമിക്കുന്നതെന്ന ആക്ഷേപവും ശക്തമാണ്. ഷെഫീന പറയുന്നത് രേണുവിനിപ്പോൾ മരിക്കാനൊന്നും പോകുന്നില്ല എന്നത് ഗ്യാരണ്ടീഡ് ആണെന്നാണ്. മെഡിക്കൽ കോളേജിൽ ക്യാൻസർ ചികിത്സ തേടുന്ന ഒട്ടനവധി ആളുകളുടെ ചാർട്ടുകൾ തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും ചികിത്സാ ചെലവുകളെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. ഏറ്റവും ചിലവേറിയ സ്വകാര്യ ആശുപത്രിയായ കിംസിൽ പോലും അർബുദ ചികിത്സയ്ക്ക് ആകെ ചിലവായത് 10 ലക്ഷം രൂപ മാത്രമാണെന്ന് ഷെഫീന ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഗവൺമെന്റ് ആശുപത്രികളിൽ ഇതിലും കുറഞ്ഞ ചെലവിൽ ചികിത്സ ലഭ്യമാണ്. എന്നാൽ രേണുവിന്റെ പേരിൽ നടക്കുന്ന പിരിവുകളും പണമിടപാടുകളും ദുരൂഹത നിറഞ്ഞതാണെന്നാണ് ആരോപണം. രേണുവിന് ഒരു വാട്സപ്പ് കൂട്ടായ്മയുണ്ടെന്നും അതിലുള്ളവർ ക്രിമിനൽ മനോഭാവമുള്ളവരാണെന്നും ഷെഫീന തുറന്നടിക്കുന്നു. അതിനപ്പുറം രേണു സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും സമ്പാദിച്ച പൈസ അവരുടെ അച്ഛൻ തങ്കച്ചൻ ഇപ്പോൾ പലിശയ്ക്ക് കൊടുക്കുകയാണെന്ന് ഗുരുതരമായ ആരോപണമാണ് ഷെഫീന ഉന്നയിക്കുന്നത്. മകൾ എങ്ങനെ പണം സമ്പാദിച്ചാലും അത് പലിശയ്ക്ക് കൊടുത്ത് സുഭിക്ഷമായി ജീവിക്കുന്ന ഒരു മനോഭാവമാണ് ആ കുടുംബത്തിനുള്ളത്. അസുഖം വന്ന ഈ ഘട്ടത്തിലെങ്കിലും അല്പം ദൈവവിശ്വാസത്തോടെയും സത്യസന്ധതയോടെയും ജീവിക്കാൻ രേണുവും കുടുംബവും തയ്യാറാവണമെന്നും അവർ ഓർമ്മിപ്പിക്കുന്നു. ഈ വിവാദങ്ങൾക്കിടയിലേക്ക് കടന്നു വരുന്ന മറ്റൊരു പ്രധാന വ്യക്തിത്വമാണ് ബിഷപ്പ് നോബൽ ഫിലിപ്പ്. രേണുവിന്റെ കുടുംബവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഇദ്ദേഹത്തിന്റെ ഇടപെടലുകളെ ഷെഫീന ശക്തമായി ചോദ്യം ചെയ്യുന്നു. താനാണ് മാർപ്പാപ്പ എന്ന രീതിയിലാണ് ഈ ബിഷപ്പിന്റെ വിചാരമെന്ന് ഷെഫീന പരിഹസിക്കുന്നുണ്ട്. ബിഷപ്പ് നോബൽ ഫിലിപ്പ് യഥാർത്ഥത്തിൽ ഏത് സഭയിലുള്ളതാണെന്ന് വ്യക്തമാക്കണമെന്നാണ് അവരുടെ ആവശ്യം. മാത്രമല്ല, എന്തിനാണ് ഇദ്ദേഹം ഷെഡ്യൂൾഡ് കാസ്റ്റിലുള്ള ആളുകളെ നിർബന്ധിതമായി മതം മാറ്റുന്നത് എന്ന ഗുരുതരമായ ചോദ്യവും ഷെഫീന ഉയർത്തുന്നുണ്ട്. കിച്ചുവിനെ ഋതുലിൽ നിന്നും അകറ്റി നിർത്താൻ രേണു നടത്തുന്ന സൈക്കോളജിക്കൽ മൂവ്മെന്റുകൾക്ക് പിന്നിൽ ഇത്തരം ആളുകളുടെ പിന്തുണയുണ്ടെന്നാണ് ആരോപണം. കിച്ചുവിന്റെ പ്രവൃത്തികൾ തെറ്റാണെന്ന് വരുത്തി തീർക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. എന്നാൽ തെറ്റ് ചെയ്തത് ആരാണെന്ന് പ്രേക്ഷകർക്ക് കൃത്യമായി അറിയാമെന്നും ഷെഫീന പറയുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സുധിയുടെ മകൻ കിച്ചുവിന് അവകാശപ്പെട്ട ആ വീട്ടിലിരുന്നു കൊണ്ടാണ് രേണുവും കുടുംബവും അവനെ തള്ളിപ്പറയുന്നത് എന്നാണ്. കിച്ചുവിന് കൊടുക്കേണ്ട നിയമപരമായ അവകാശങ്ങൾ കൊടുത്തിട്ട് വേണമായിരുന്നു രേണു സംസാരിക്കാൻ. എവിടെയോ കിടന്ന രേണുവിന് കിച്ചുവിനൊരു അമ്മ വേണമെന്ന ലക്ഷ്യത്തോടെയാണ് സുധി വിവാഹം കഴിച്ചു കൊണ്ടുവന്നത്. ആ നന്ദി പോലും രേണു കാണിക്കുന്നില്ല. രേണുവിന്റെ ചേച്ചിയും ഭർത്താവും ഈ ജന്മത്ത് പണിക്ക് പോകുമെന്ന് തോന്നുന്നില്ലെന്നും സുധിയുടെ പണം കൊണ്ട് ജീവിക്കാനാണ് അവർ നോക്കുന്നതെന്നും ഷെഫീന പരിഹസിക്കുന്നുണ്ട്. ക്യാൻസർ ബാധിതയാണെന്ന് അറിഞ്ഞപ്പോൾ രേണുവിന് പ്രേക്ഷകരിൽ നിന്നും വലിയ സഹതാപവും സ്നേഹവും ലഭിച്ചിരുന്നു. എന്നാൽ പുതിയ പ്രവൃത്തികളോട് ആ സ്നേഹം മുഴുവൻ ഇല്ലാതായിരിക്കുകയാണ്. പ്രേക്ഷകർ ഇപ്പോൾ രേണുവിന് എതിരായി മാറിയിരിക്കുന്നു. താൻ മരിച്ചു കഴിഞ്ഞാലും സ്വന്തം വീട്ടുകാർക്ക് ആ വീട്ടിൽ തുടരാനുള്ള മുൻകൂർ അവകാശം ഉറപ്പാക്കാനാണ് രേണു പുതിയ വീഡിയോയിലൂടെ ശ്രമിക്കുന്നതെന്ന് പ്രേക്ഷകർ കമന്റ് ചെയ്യുന്നുണ്ട്. ഇത്രയും ഉടുപ്പില്ലായ്മ കാണിക്കാൻ എങ്ങനെ സാധിക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. കിച്ചുവിനെ ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ എനിക്ക് ആ വീട് വേണ്ട എന്ന് കിച്ചുവിനെ കൊണ്ട് പറയിപ്പിക്കാനോ ഉള്ള രേണുവിന്റെ ശ്രമങ്ങൾ ഒന്നും വിജയിക്കാതെ വന്നപ്പോഴാണ് ഈ അവസാന അടവുമായി രേണു രംഗത്തെത്തിയിരിക്കുന്നത്. സ്വന്തം ചോരയായ അനിയനെ കാണാൻ കിച്ചു വരുമ്പോൾ അതിനെ തടയാൻ ആർക്കാണ് അവകാശം? ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? ഷെഫീന ബീബി ഉന്നയിച്ച ആരോപണങ്ങളോടും കിച്ചുവിന്റെ നിലപാടിനോടും നിങ്ങൾ യോജിക്കുന്നുണ്ടോ?
നിങ്ങളുടെ പ്രതികരണങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ സിനിമ സീരിയൽ വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.